നമസ്കാരം. മുഖ്യമന്ത്രി പിണറായി വിജയന് സംഘിപ്പനി ബാധിച്ചെന്ന് പി.കെ. ഫിറോസ്. സംഘിപ്പനി മാറാനുള്ള വാക്സിന്റെ ആദ്യ ഡോസ് 20-ന് പാലക്കാട്ടെ വോട്ടർമാർ നൽകുമെന്ന് ഫിറോസ് പറഞ്ഞു. മുനമ്പം വിഷയത്തിൽ ക്രൈസ്തവ സമുദായത്തിന് മുസ്ലിങ്ങളോട് വിരോധം ഉണ്ടാകാനുള്ള CPM നീക്കമാണുണ്ടായത്. ആ തീ കെടുത്താൻ വേണ്ടിയാണ് സാദിഖ് അലി തങ്ങൾ ശ്രമിച്ചത്. ആ വർഗീയ ധ്രുവീകരണത്തിന് തടസ്സം നിന്നതാണ് സാദിഖ് അലി തങ്ങളോട് വിരോധം വരാൻ കാരണമെന്നും പി.കെ. ഫിറോസ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. പാണക്കാട് സാദിഖ് അലി തങ്ങൾ സന്ദീപ് വാര്യർ കൂടിക്കാഴ്ചയ്ക്കെതിരെ രൂക്ഷ വിമർശനമാണ് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയത്. ഇപ്പോഴത്തെ പാണക്കാട് തങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയുടെ അനുയായിയെ പോലെ തന്നെയാണ് പെരുമാറുന്നത്. ബാബറി മസ്ജിദ് തകർക്കുന്ന സമയത്ത് കോൺഗ്രസിനായിരുന്നു കേന്ദ്ര ഭരണം. മന്ത്രിസ്ഥാനങ്ങൾ നഷ്ടപ്പെടുത്തി ഇതിനെതിരെ പ്രതികരിക്കാൻ മുസ്ലിം ലീഗ് തയ്യാറായില്ല. ഇതിൽ ലീഗ് അണികൾക്ക് അമർഷമുണ്ടായിരുന്നു. ആ സമയത്ത് എല്ലാവരും ബഹുമാനിക്കുന്ന ഒരാളായിരുന്നു പാണക്കാട് തങ്ങൾ. ഇപ്പോഴത്തെ തങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയുടെ അനുയായിയെ പോലെ പെരുമാറുന്ന ആളാണ് പിണറായി പറഞ്ഞു. കോൺഗ്രസിന്റെ അവസരവാദ നിലപാട് ജനങ്ങൾ തിരിച്ചറിയും. BJPയിൽ നിന്ന് കോൺഗ്രസിലേക്ക് പോയ വ്യക്തി ഇന്നലെ വരെ എന്തു നിലപാടാണ് സ്വീകരിച്ചതെന്ന് അറിയുന്നവരാണ് പാലക്കാടുള്ള ലീഗ് അണികളും ന്യൂനപക്ഷക്കാരും. അവരിലുള്ള അമർഷവും പ്രതിഷേധവും പാണക്കാട് പോയി 2 വർത്തമാനം പറഞ്ഞാൽ ശമിപ്പിക്കാൻ കഴിയുമോ? UDF ചെന്നുപെട്ട ഗതികേടാണ് ഇത് കാണിക്കുന്നത്, പിണറായി പറഞ്ഞു.